ഗൈസ് ഇവിടത്തെ ഈ ഒരു ലൊക്കേഷൻ നോക്കി എന്ത് രസമാണ്. അസാമാന്യ ആംബിയൻസ് ആണ്. കൊള്ളാം അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫിഷിനെ ഫീഡ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ പ്രോപ്പർട്ടി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നൈസ്. നീ വന്നപ്പോൾ അതൊന്നുമല്ലല്ലോ പറഞ്ഞത്. അമ്മയുടെ കാലിൽ കല്ലൊക്കെ എടുത്തിട്ട് കൊടുക്കണ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഒരു പുത്തൻ വീഡിയോ ആയിട്ട് എത്തിയിരിക്കണം അല്ലേടാ രുദ്ര? ഇന്ന് നമ്മളൊരു യാത്ര പോകണം അല്ലേ രുദ്ര? എവിടെ പോകുന്നു പറഞ്ഞോട് രുദ്ര, പറഞ്ഞോട് എവിടെ പോകുന്നത്? ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു ചെറിയൊരു യാത്രയായിട്ട് അങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരോട് വരാനുണ്ട്. അപ്പോൾ നമ്മളെ കാറിലല്ല പോണത്, അരുൺ ശേഖറിൻ്റെ കാറിലാണ് പോകുന്നത്. അരുൺ ശേഖർ ആരെന്ന് അറിയാമല്ലോ, നമ്മൾ നേരത്തെ നമ്മുടെ പഴയ വ്ളോഗ്സിലൊക്കെ ഉണ്ടായിരുന്ന അരുൺ ശേഖറിൻ്റെ ഫാമിലിയും ഞാനും രുദ്രവും ഐഷുവും ഞങ്ങൾ ഇത്രയും പേരാണ് യാത്ര പോകുന്നത്. വലിയ യാത്രയായിട്ടൊന്നുമില്ല കേട്ടോ, ഒരു ചെറിയൊരു സെക്കേഷൻ പോലെ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അവിടുത്തെ സെക്കേഷനിലെ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ കാണാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ അതേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കുട്ടികളും കുറുമാരികളും ആയിട്ടൊക്കെ ഞങ്ങൾ ഇറങ്ങി. 10 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ച് ഇപ്പോൾ മണി 12:30 ആയിട്ടുണ്ട്. ഇവരെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതാണ് അരുൺ ശേഖർ. അവിടെ ജമയൊക്കെ ഇട്ടിരിക്കുന്നത് UK പോയിട്ട് വന്നിട്ട് ഗമയാണ്. പുതിയ ചാനലൊക്കെ ഉണ്ട്, കാണണം കേട്ടോ. അരുൺ ഫിസിയോ വ്ളോഗ്സ്. ഞാൻ ലിങ്ക് താഴെ കമന്റ് ചെയ്തേക്കാം. അല്ല കമന്റ് അല്ല, ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വഴിയെ കാഴ്ചകൾ കണ്ട് തന്നെ പോകാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ വരണ വഴിക്ക് ഒരു മെയിൻ സ്ഥലമെത്തി. നമ്മളെ തിരുവനന്തപുരത്തിൻ്റെ മെയിൻ പ്രദേശമാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ തിരുവനന്തപുരം ജില്ലയ്ക്ക് മൊത്തം വെള്ളം കൊടുക്കുന്ന അരുവിക്കര ഡാം. നേടെ നിറഞ്ഞൊഴുവാണ് കേട്ടോ, നിറഞ്ഞു. നമുക്ക് ആ പാലത്തിൽ കൂടെ ഉള്ള വിഷ്വൽ പോയി കണ്ടിട്ട് വരാം. അപ്പുറത്ത് നല്ല രസമാണ് അത് കാണാനായിട്ട്. നമുക്ക് അവിടെ പോയി കാണാവേ. ഇത് കണ്ട നിറഞ്ഞൊഴുവാണ്, നിറഞ്ഞു. ആ കാണുന്നതാണ് അരുവിക്കര അമ്പലം കേട്ടോ, അരുവിക്കര അമ്പലം. ഇതാണ് ഡാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീണ്ടും യാത്ര തുടരാം. ഗൈസ്, നമ്മൾ എത്തിയിരിക്കുകയാണ് അനന്ത്യ റിസോർട്ട്സ്. സ്ലോ മോഷൻ. You have arrived. Yes. First right and left. Okay. First right reception. First right, പിന്നെ left. Yes. Reception. ഇത് റിസപ്ഷൻ ആണ്. ആയിരിക്കല്ലേ? റിസപ്ഷൻ എത്തി. ബുക്കിംഗ് ഉണ്ട്, നല്ല തിരക്കാണ് കേട്ടാ. ഗൈസ്, നമ്മളിവിടെ റിസപ്ഷനിൽ വന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ റൂം അലൗട്ട് ആയിട്ടില്ല. നമ്മൾ കുറച്ച് ലേറ്റായി, ഒരു 10-20 മിനിറ്റ് ലേറ്റായി. നമ്മൾ വെയിറ്റിംഗ് ആണ്. ആക്ച്വലി നമ്മൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ടേ, അപ്പം നമ്മൾ ആദ്യം നേരെ റെസ്റ്റോറൻറ്റിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് റൂമിലോട്ട് പോകാനാണ്. നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നില്ല, നേരെ അല്ലെങ്കിൽ 3 മണിക്ക് അവരുടെ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ നേരെ നമ്മൾ ബഗ്ഗി വന്നു നമുക്ക് അതിൽ കയറാം. നമുക്ക് നേരെ റെസ്റ്റോറൻറ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അസാമാന്യ ആംബിയൻസ് ആണ്. കൊള്ളാം അല്ലേ? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? ചെറിയ ബാലിയാ? ചെറിയ ബാലിയുണ്ട് ഗൈസ്. ഒരു പ്രത്യേക ആംബിയൻസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏരിയയിലുള്ളൊരു ആ ഒരു സൈഡിലേക്ക് ഒന്ന് ലോട്ടസ് പൂ ആണ്. എന്താ ഭംഗി നോക്കി. പ്രോപ്പർട്ടി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നൈസ്. നീ വന്നപ്പോൾ അതൊന്നുമല്ലല്ലോ പറഞ്ഞത്. അല്ലല്ല, അതല്ല, വീട്ടിൽ നിന്ന് തന്നപ്പോ.
അത് ഞാൻ ഈ സ്ഥലം പ്രോപ്പർട്ടി കണ്ടില്ല, ഞങ്ങൾക്ക് സർപ്രൈസ് എന്നും പറഞ്ഞ് സ്ഥലം പോലും പറയാതെ കൊണ്ടുവന്നതാണ് ഗൈസ്. എന്നിട്ടാണ് ഈ പറച്ചിൽ പറയുന്നത്. ഗൈസ് ഇവിടത്തെ ഈ ഒരു ലൊക്കേഷൻ നോക്കി എന്ത് രസമാണ്. അടിപൊളിയല്ലേ? ഇതിവിടത്തെ ഒരു ഊഞ്ഞാലാണ് കേട്ടോ, ബാമ്പൂല് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അകത്ത് റോപ്പാണെന്ന് തോന്നുന്നു, നമുക്ക് ഇരുന്ന് നോക്കാം. മക്കളെ കൊള്ളാമോടാ? കൊള്ളാമോ? ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ നോക്കാം മക്കളെ, എന്നാ വ്യൂ ആന്നേ. ആ കാണുന്നതൊക്കെ കാളിപ്പാറ ആണെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. ആണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, കാളിപ്പാറയാണ്. കാളിപ്പാറ, കുരിശുമല, ആ ഒരു പ്രദേശമാണ്. എന്താ ഭംഗിയെന്ന് നോക്ക്. ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാനുള്ള സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നെട്ടയിലാണ് കേട്ടോ. നെട്ട എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്, അതായത് ബോർഡർ കടന്ന് ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ, അതായത് കറക്റ്റ് പറഞ്ഞാൽ നെയ്യാർ ഡാമിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. ഇതേ കണ്ടില്ലേ, ഇതാണ് അവിടുത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. കണ്ടില്ല, പുൽപ്പരധാനിയും ഒക്കെ ആയിട്ട്. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏരിയയുടെ ഒരു പോർഷനാണ് കേട്ടോ. ഗൈസ് നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. ബിരിയാണി, നൂഡിൽസ്, ബാക്കിയുള്ളതെല്ലാം ബിരിയാണി. രുദ്രു ഒരേ മേളമാണ്. രുദ്രു കൈ ഗുഡ് ബോയ്. അവിടെ ഒരാളാണ് ഹൈ ചെയറിൽ നിന്ന് കഴിക്കണം കേട്ടോ. അവിടെയാണ് പ്രോപ്പർ വെയിൽ ആഹാരം കഴിക്കുന്നത്. എൻജോയ് ചെയ്ത് കഴിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ്? ഫ്രൈഡ് റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രൈഡ് റൈസ് അല്ലല്ലോ നീ കഴിച്ചത്. ചിക്കൻ നൂഡിൽസ് പ്ലേറ്റിലൊന്നും കാണാനില്ല. ഗൈസ് അങ്ങനെ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റിസപ്ഷനിൽ പോയി റൂമിൻ്റെ ചാവി വാങ്ങിക്കണം. ചാവി വാങ്ങിച്ച് നമ്മൾ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കി കാഴ്ചകൾ. ഇതിവിടുത്തെ ആ ഒരു എൻട്രൻസ് ആണ് കേട്ടോ. അല്ലേ, രണ്ട് സൈഡിൽ ഒരു കുതിരയൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഇത് കണ്ടോ, ഒരുപാട് മീനുണ്ട്. ഇതിങ്ങനെ ഈ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഏരിയയുടെ ചുറ്റും ഇങ്ങനെ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കനാലല്ല, ഒരു പോണ്ട് പോലത്തെ സംഭവം. അതിൽ മീനൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല രസമുള്ളൊരു പരിപാടി ആണല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൂമിൻ്റെ കാഴ്ചകൾ കാണാം. ഇതിൽ നമ്മുടെ റൂമെത്തി. അപ്പം ബിരിയാണി എന്നതിൻ്റെ കോലമാണ്. ടവലൊക്കെ ഇട്ടതൊക്കെ എടുത്തെറിഞ്ഞു. ഗൈസ് അങ്ങനെ നമ്മളെ റൂം എത്തിയിരിക്കുകയാണ്. ബ്രോയുടെ പേരെന്താ? ലിജോ ബ്രോയാണ് നമ്മളെ റൂമൊക്കെ കാണിച്ചു തരാൻ പോകുന്നത്. ദിസ് ഈസ് അവർ കോട്ടേജ്. കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു പോണ്ട് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. നമുക്ക് ദൂരെയായിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് തടാകം കാണാം, ലേക്ക്. ഗൈസ് ഇതാണ് നമ്മുടെ റൂം കേട്ടോ. അപ്പം നമ്മുടെ ലിജോ ബ്രോ നമുക്കിതെല്ലാം പറഞ്ഞു തന്നിട്ട് പോയി. നമുക്കത് ഇത് തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് ഒരു അസാധ്യ വ്യൂ എന്ന് പറയാനായിട്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഗാർഡൻ പോർഷൻസ് ഒക്കെ കാണാൻ കേട്ടോ. അതന്നെ അവിടെ ഒരു ചെറിയ പോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് അരുൺ ശേഖറിൻ്റെ കോട്ടേജ്. ഇത് നമ്മുടെ കോട്ടേജ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഒരു TV ഉണ്ട്, 2 ACs ഉണ്ട്, നടുക്ക് ബെഡുണ്ട്. ബെഡ് നടുക്കാണ്. രുദ്രുക്കുട്ടാ, രുദ്രു ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? അപ്പോൾ അവിടെ തകർക്കുവാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. നമുക്ക് ഇങ്ങനെ ഇവിടെ കറങ്ങി വരുമ്പോൾ നമുക്കിത് ഇവിടെ നമ്മുടെ വേസ്റ്റ് ഡ്രസ്സൊക്കെ ഇടാനായിട്ടുള്ളൊരു ചെറിയ കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റാക്കുണ്ട്, നമുക്ക് അല്ലാതെ ഡ്രസ്സൊക്കെ അടുക്കി വെക്കാനായിട്ട്. ഇവിടെ ഒരു നമുക്ക് ടേബിൾ മിററുണ്ട്. നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള മിറർ. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ
എന്താ പറയുക, ചെറിയൊരു ലോക്കറുണ്ട്. ഇത് നമ്മുടെ വാഷ്റൂം, അതായത് ടോയ്ലറ്റ് സ്പേസാണ് കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം ചെറുതാണ്. പിന്നെ ഇത് അവർ തന്നതിന് കോംപ്ലിമെൻ്ററി കുറച്ച് സാധനങ്ങളാണ്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ. പിന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പം കുറച്ച് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ജാക്കുസി പോലത്തെ ഒരു സംഭവം ഒരു ഇതുണ്ട്. ഓപ്പൺ സ്പേസ് ആണേ, ഉണ്ടാവും. ഇത് കൊള്ളാം അല്ലേ, സെറ്റപ്പ് അല്ലേ? നമ്മൾ ചായ കുടിക്കാനായിട്ടാണ്, പ്ലേറ്റിലൊന്നുമില്ല. ആക്ച്വലി ചായക്ക് പൈനാപ്പിൾ കേക്കും അതുപോലെ തന്നെ പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ എടുക്കാൻ മറന്നു. ഇത് നമ്മൾ ചായ കുടിക്കാനായിട്ട് നിൽക്കുന്ന ഷെഡല്ല, ചെറിയൊരു പോർഷൻ ഉണ്ട്. സംഭവം കൊള്ളാമല്ലേ? ഒരു ചെറിയൊരു ചായക്കട സെറ്റപ്പ്. അത് ഈ ലേക്കിൻ്റെ സൈഡിലായിട്ടാണ്. ഇത് ഇവിടെ വരുമ്പോൾ നേരത്തെ നമ്മൾ ആഹാരം കഴിച്ച നമ്മുടെ ക്യാൻറ്റീനിലുള്ള റെസ്റ്റോറൻറ്റ് ഇവിടെയാണ്. നമുക്ക് പുറത്ത് നമുക്ക് ലേക്ക് സൈഡിലുള്ള കാഴ്ചകളോടെ ഒന്ന് കാണാം. ഈവനിങ് സൈഡിൽ നമുക്ക് രാവിലെ മോർണിംഗ് ഒന്നുകൂടെ ഒന്ന് കാണാം. നല്ല ലേക്ക് സൈഡ് ഇപ്പം ഈവനിങ്ങിൽ എങ്ങനെയാണെന്നുള്ളത് അറിയണ്ടേ. ഇതാണ് ആ വിഷ്വൽ ഏട്ടാ. എങ്ങനെയാണ്? അടിപൊളി. നമുക്ക് അതിൻ്റെ തീരത്തോടെ ഇങ്ങനെ നടക്കാം കേട്ടോ. എനിക്ക് നടന്നു വരുമ്പോൾ ദൂരെയായിട്ട് പിള്ളേർ കളിക്കുന്നതാണ്. അന്നേരം പിന്നെ അവിടെ കുറച്ച് പിള്ളേർ കളിക്കുന്നതാണ്ടോ. മക്കളെ വെള്ളത്തിൽ ഇറങ്ങാം. വെള്ളത്തിൽ ഇറങ്ങാം മക്കളെ. ഋതു വെള്ളത്തിൽ ഇറങ്ങാം. റെഡിയായോ? ഇതേണ്ടേ ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ള ചെറിയ സ്പേസ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം. മോനൊന്ന് ഇറക്കി നോക്കാം. അവിടെ വെള്ളത്തിൽ കളിയായി. ഇഞ്ചു ഇഞ്ച് അവന് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു അവസ്ഥയിലാണ് പോയപ്പോ. അമ്മയുടെ കാലിൽ കല്ലൊക്കെ എടുത്തിട്ട് കൊടുക്കണ എന്തോ മക്കളെ ഇത്? ഓഹോ ഓഹോ ഓ അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നേരെ ഇനി റൂമിൽ പോവുകയാണ്. ഇനി വേറെ കാഴ്ചകളൊന്നുമില്ല. ഇനി രാത്രി ഡിന്നർ കഴിക്കുന്ന കാഴ്ചയുള്ളൂ. അപ്പം നമുക്ക് ഡിന്നറിന് കാണാം. ഗൈസ്, ഇതാണ് രാത്രിയിലത്തെ കാഴ്ച കേട്ടോ. ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. അത് വേറെ ലൈറ്റുകളൊന്നുമില്ല. ഈ കാണുന്ന 2 ലൈറ്റ് ഇങ്ങനെ സൈഡിലുള്ള ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. ആംബിയൻ ലൈറ്റ് പോലെ ഡെക്കറേറ്റീവ് ആയിട്ടാണ് ചെയ്തേക്കണേ. കൊള്ളാം കേട്ടോ സംഭവം. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി 7-8:30 മണിയായി. എത്ര നേരം നമ്മൾ റൂമിൽ വെറുതെ സമയമൊക്കെ കളഞ്ഞങ്ങനെ ഇരുന്ന്. അടുത്ത ടൈമായി. ഇനി 9 മണി വരെ ഉള്ളൂ. പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ ഫുഡ് തീർന്നു. ഗൈസ്, ഇതാണ് രാത്രിയിലത്തെ വ്യൂ കേട്ടോ. നമ്മളെ റെസ്റ്റോറൻറ്റിലേക്ക് കയറുമ്പോൾ രാത്രിയിലത്തെ വ്യൂ ആണ് ഇത്. ക്യാമറയിൽ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ആംബിയൻ്റ് ആണ്. നല്ല രസമാണ് ഇത് കാണാൻ. ഗൈസ്, ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നപ്പം ഇവിടെ 2 പേര് പെർഫോം ചെയ്യാനായിട്ട് ഡാൻസ് പെർഫോം ചെയ്യാൻ പോകും. ഗൈസ്, ഞാൻ എടുത്ത സാധനങ്ങൾ ചിക്കൻ ഫ്രൈഡ് റൈസ് എടുത്ത്, പനീർ, പിന്നെ ചില്ലി ഗോബി, പിന്നെ ഒരു ചെറിയ പൊറോട്ട. ഇത്രയാണ് എടുത്തത്. ആക്ച്വലി അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാര്യം ഭയങ്കര സൗണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ബാക്കി വിശേഷേ. ഗൈസ്, ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. മണി ഇപ്പോൾ 9:30 മണി. ഡേയ്, നീ ഇങ്ങോട്ട് വേണം. അവിടെ ഒരു സംഭവമുണ്ട്. കാണിച്ചു തരാം. ഇത് വേണ്ട, ചെറിയൊരു കൂടാരം. വെട്ടത്ത് കാണാനല്ല, ഇരുട്ടത്ത് കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് കൂടി ഒന്ന് പോയി നോക്കിയിട്ട് വരാം. കളാട്ടാ, അടിപൊളി ഒരു കൂടാരം. സംഭവം ഒരു ചെറിയ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. രുദ്ര, വാവ്, സംഭവങ്ങളാണ് കേട്ടാ. കംപ്ലീറ്റ് അതിൻ്റെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ച്. ഇത് കാറ്റ്ക്ലോ ആണെന്നാണല്ലേ? കാറ്റ്ക്ലോ അല്ല, അതുപോലത്തെ എന്തൊരു സംഭവമാണ്, ഒരു വള്ളിച്ചെടി. പക്ഷെ കൊള്ളാം. നമുക്ക് ഉറങ്ങണ്ടേ?
ഗൈസ്, അപ്പോൾ ഇന്നത്തെ രാത്രിയത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നാളെ രാവിലെ മോർണിംഗ് വൈബ്സ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിത് രാവിലെ എണീറ്റ് വ്യൂ കാണാനായിട്ട് പോവുകയാണ്. വ്യൂ എന്ന് ഉദ്ദേശിച്ചത് ഇവിടുത്തെ മോർണിംഗ് വൈബ്സ് എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. ഇനിയും നേരം വിളിക്കാനായിട്ട് ഇനി 10 മിനിറ്റ് കൂടെ ഉണ്ട്. ഇപ്പം സമയം 5:55. വേറെ ആരും എണീറ്റിട്ടില്ല. അരുൺ ശേഖർ ഉറക്കമാണ്, വൈഫും കൊച്ചും ഉറക്കമാണ്. ഞാൻ രാവിലെ എണീച്ചു. നമുക്ക് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കഴിയണമല്ലോ, അങ്ങനെ പുറത്തിറങ്ങി അങ്ങനെ നടക്കുകയാണ്. ഇത് ചെറിയൊരു മഞ്ഞിൻ്റെ ഒരു കാലാവസ്ഥയൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ. വലിയ രീതിയിലൊന്നുമില്ല, ചെറിയ രീതിയിൽ. കാര്യം ലേക്ക് സൈഡ് ആയതുകൊണ്ട് ചെറിയ മഞ്ഞിൻ്റെ ഒരു സംഭവമൊക്കെ കാണുന്നുണ്ട്. ഗൈസ്, നമ്മുടെ ലേക്ക് സൈഡിലെത്തിയ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഒരു ചെറിയൊരു ഹിൽ സ്റ്റേഷനിലൊക്കെ എത്തിയൊരു ഫീലുണ്ട്. അതെ, നിങ്ങളിവിടെ ഒന്ന് കാണേ. അടിപൊളിയല്ലേ? വാവ്. ആ മേഘങ്ങൾക്കിടയിൽ അല്ല, ആ മലകൾക്കിടയിൽ ഇങ്ങനെ മഞ്ഞൊക്കെ വന്ന് നിൽക്കുന്ന ഇങ്ങനെ കാണണ്ട. അങ്ങോട്ട് കംപ്ലീറ്റ് മഞ്ഞാണേ, അറിയണ്ട. അവിടേക്ക് ഈ മലനിരകളാണ് നമ്മൾ ഇന്നലെ വൈകിട്ട് കണ്ട മലനിരകളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും കാണാനില്ല, കംപ്ലീറ്റ് മഞ്ഞിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ്. ഗൈസ്, നമുക്ക് ലേക്ക് സൈഡിലും കൂടെ ഒന്ന് പോയി നോക്കാവേ. ഇവിടെ തുറന്നിട്ടിട്ടുണ്ട്. ഗസ്റ്റുകൾ രാവിലെ വന്ന് ഇതൊക്കെ തുറക്കുമെന്ന് അവർക്ക് അറിയാൻ തോന്നുന്നു. ലേക്ക് സൈഡിലത്തെ വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടേ രാവിലത്തെ ആ ഒരു മോർണിംഗ് വൈബ് നല്ല രസമുണ്ട്. വൈകിട്ട് ഈവനിങ് വൈബ് നമ്മൾ ഇന്നലെ കണ്ടില്ല, അതുപോലെ തന്നെ ഉണ്ട്. അത്രയും എന്താ പറയുക, അതിനെക്കാട്ടി കുറച്ചുകൂടെ ആ മഞ്ഞും ഇതൊക്കെ നിൽക്കുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ കുറേ കാത്തിരിപ്പിന് ശേഷം സൂര്യൻ പുറത്ത് വന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനം നമുക്ക് നല്ല വെള്ളത്തിൽ കാണാം. ഗൈസ്, അങ്ങനെ സൺറൈസൊക്കെ കണ്ടിട്ട് ഏകദേശം കുറേ നേരം, ഏകദേശം 1 മണിക്കൂറോളം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ ഇവർ വന്ന് അരുൺ ശേഖറും വന്ന്. അരുൺ ശേഖർ പറഞ്ഞു എൻ്റെ ഭാര്യയും കൊച്ചും ഇപ്പോഴും ഉറക്കമാണ്. കാര്യം അവൻ രാത്രി കുറേ ഉണർന്നിരുന്നു, അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇനി റൂമിലോട്ടൊന്ന് പോകണം. ഇതാണ് ഇവിടുത്തെ പൂൾ ഏരിയ. നമുക്ക് 7 മണി മുതൽ 7 മണി വരെ യൂസ് ചെയ്യാൻ പറ്റും. വൈകിട്ട് രാവിലെ 7 മണി മുതൽ 7 മണി വരെ. അങ്ങനെയാണ്, കൊള്ളാം അല്ലേ? നമുക്ക് ഇവിടെ നിന്നാൽ കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ലേക്ക് സൈഡ് വ്യൂ ഒക്കെ നമുക്ക് കിട്ടും. പെറ്റ് ഫ്രണ്ട്ലി ഏരിയ ആണ്, നമുക്ക് പെറ്റ്സിനെയൊക്കെ കൊണ്ടുവരാം, കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ മൊത്തം തീമാണ്. ഒരു ചെറിയ മരമാണ്, പക്ഷെ ആ മരം തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്തോ നാഗപുഷ്പം അങ്ങനെ എന്തോ ആണ്. ഇതാണ്ട ഒരു ട്രഡീഷണൽ തീമാണ് കേട്ടോ. ട്രഡീഷണൽ തീം, കുറേ ബിംബങ്ങളൊക്കെ ഉണ്ട്. കാണിച്ചില്ല, കല്ലിൽ തീർത്ത ബിംബങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ആന, ചെറിയ ആനയാണ് കണ്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ചെറിയ പാർക്ക് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ലൈഡ്, പിന്നെ അല്ലാതെ ഒരു ചെറിയ കൂടാരം പോലെ സംഭവം കെട്ടി വെച്ചിട്ടുണ്ട്. ചെറിയൊരു വാക്ക് വേ പോലത്തെ പ്ലേസ്. അപ്പോൾ ഗൈസ്, ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത രാവിലെ കാപ്പിടി അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. ഇനി പ്രത്യേകിച്ച് ഈ ലൊക്കേഷനിലൊന്നും കാണാനൊന്നുമില്ല. ഞാൻ മൊത്തം ഏകദേശം കാണാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തി. അതായത് ഇനിയുള്ളത് നമ്മളെ കുറേ കോട്ടേജസ് ആണ്. അത് നമ്മുടെ അടുത്ത കോട്ടേജസ് പോലെ തന്നെ വേറെ കോട്ടേജസ് ഉണ്ട്. നമ്മുടെ കോട്ടേജസിനെ സംബന്ധിച്ച് ലേക്ക് സൈഡ് വ്യൂ ഉള്ള കോട്ടേജസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിന് റേറ്റ് കൂടും. പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്നത് ലേക്ക് സൈഡ് അല്ലാത്തൊരു കോട്ടേജാണ്, കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ അനന്ത്യ ദ ലേക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സൈറ്റ് കിട്ടും. അവിടെ നിങ്ങൾക്ക് ബുക്കിംഗ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കയറി ബുക്ക് ചെയ്യാം. നല്ല പ്ലേസാണ് കേട്ടോ. കുറച്ച് പൈസ കൂടുതലാണ്, എന്നിരുന്നാൽ കൂടി വൺ ടൈം വന്ന് പോകാനൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. നമ്മുടെ ഒരു ദിവസം ഫ്രീ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നോക്ക്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Till the next time, this is Anand Nair signing off from Hey It's Anand. Bye bye.